നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ VK ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഇലക്ഷന് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന ഒരു ഗൂഗ്ലി, ക്രിക്കറ്റിൻ്റെ ഇത് പറഞ്ഞ ഒരു ഗൂഗ്ലി എന്ന് പറയേണ്ടി വരും. പെട്ടെന്ന് ആറോ അല്ല 8 വർഷത്തിന് ശേഷം പെട്ടെന്ന് സുപ്രീം കോടതി ഉണർന്ന് ശബരിമല ഇഷ്യൂവിനെ കുറിച്ചുള്ള റിവ്യൂ മൊത്തം കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക്, ഭരണഘടനാ ബെഞ്ച് ഇതാ പരിഗണിക്കാൻ പോകുന്നു. അതിൻ്റെ ടൈം ടേബിളും ഇന്നലെ അനൗൺസ് ചെയ്തു. താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ശ്രീ മാധവൻകുട്ടി? താങ്കൾ സുപ്രീം കോടതിയുടെ പല ജഡ്ജ്മെൻറ്റ്, ഇന്നലെ വേറൊരു ജഡ്ജ്മെൻറ്റ് വന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ അസാം ചീഫ് മിനിസ്റ്ററിൻ്റെ ഇതിൻ്റെ ആ വെടിവെക്കുന്ന മുസ്ലിം വേഷധാരിയെ വെടിവെക്കുന്ന ആ വീഡിയോക്ക് എതിരെ CPM കൊടുത്ത ഹർജിയിലാണ് അവർ പറയുന്നത്, പൊളിറ്റിക്സ് ഞങ്ങളോട് കളിക്കണ്ട, നിങ്ങൾ ഗുവാഹട്ടി ഹൈക്കോർട്ടിൽ പോയി ഇതൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞു. അതേ കോടതിയാണ് ഇതാ കേരളത്തിലെ അവരോ പറയുന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന്. ഈ പെട്ടെന്നുള്ള ഒരു റോസ്റ്റർ പ്രഖ്യാപനം താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിനകത്ത് ഒരു ഈ ഇഷ്യൂ കേരളത്തെ സംബന്ധിച്ചോളം, കേരള ഇലക്ഷനെ സംബന്ധിച്ചോളം, അസംബ്ലി ഇലക്ഷനെ സംബന്ധിച്ചോളം രാഷ്ട്രീയപരമായി വളരെ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഡൽഹിയിൽ നിന്നും ഇതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഈ ഇഷ്യൂവുമായി സുപ്രീം കോടതി പോയത് മലയാളി അല്ലാത്ത ഒരു സ്ത്രീയാണ്. അവർക്ക് അയ്യപ്പനെ പറ്റിയോ അങ്ങനെയുള്ള യാതൊരു ധാരണയും പ്രത്യേകിച്ചുള്ള ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ സെക്യുലർ സൊസൈറ്റി എന്ന്, അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ മുകളിൽ ഏറ്റുകെട്ടി വെച്ച ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് ആദ്യമേ തോന്നിയത്. ഇത് സുപ്രീം കോടതി ഇന്ന് ഇലക്ഷന് മുമ്പ് ഏറ്റെടുത്ത് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു രാഷ്ട്രീയപരമായ, ഇതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ടോ? അത് സുപ്രീം കോടതി രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്, പക്ഷേ ആരുടെ രാഷ്ട്രീയമാണ് ഇതിന്റെ പുറകിൽ കാണുന്നത്? ഇതിലിപ്പോ താങ്കൾ പറഞ്ഞതുപോലെ ഇതിന്റെ ടൈമിങ്, ഇതിന്റെ സമയം വളരെ വളരെ അർത്ഥഗർഭമാണ്. കാരണം 8-9 വർഷമായി അട്ടത്ത് വച്ചിരുന്ന, ഇപ്പോ 1918 ആദ്യത്തെ ശബരിമല വിധി വരുന്നതിൽ അതിന്റെ ആ ബെഞ്ചിൽ ഉൾപ്പെട്ട ഏക സൂര്യകാന്ത് മാത്രമാണ് അതിലെ ഒരു ജഡ്ജ്. ബാക്കിയുള്ള ജഡ്ജിമാരെല്ലാം റിട്ടയർ ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഇത് റോസ്റ്ററിൽ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് വളരെ വളരെ സംശയാസ്പദമാണ്. കാരണം ഇതിന്റെ ഏക ഗുണഭോക്താവ് ഈ ഘട്ടത്തിൽ തീർച്ചയായും CPIM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിന്റെ ഗുണഭോക്താവല്ലെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം. കാരണം അവരെയാണ് ഈ പെട്ടെന്നുള്ള ഈ റിട്ടും റിട്ട് പെറ്റീഷനും റിവ്യൂ പെറ്റീഷനും എല്ലാം ഉടനെ കേൾക്കാനുള്ള തീരുമാനത്തിന്റെ ഗുണഭോക്താവ് എന്തായാലും ഇടതുപക്ഷമോ CPMോ അല്ല. പിന്നീട് സുപ്രീം കോടതിയുടെ റോസ്റ്റർ കൈകാര്യം ചെയ്യാൻ ഇന്ന് കോൺഗ്രസിനോ ഇന്ത്യ ബ്ലോക്കിലെയോ UDFിലെയോ അവർക്ക് സാധ്യവുമല്ല. അപ്പോൾ നമുക്ക് എത്തിച്ചേരാവുന്ന ഏക നിഗമനം, മറ്റു നിരവധി സുപ്രധാന കേസുകൾ ഇപ്പോഴും, അതിലും മുൻപ് 7-8 വർഷം തന്നെ പഴക്കമുള്ള അതിനപ്പുറമുള്ള കേസുകൾ, വളരെ നിർണായകമായ കാശ്മീരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിരവധി ഹേബിയസ് കോർപ്പസിനെ സംബന്ധിച്ചുള്ള നിരവധി കേസുകൾ എല്ലാം പരിഗണിക്കാനിരിക്കെ പെട്ടെന്ന് ഈ കേസ്, ഇത് കേരളത്തിന് മാത്രം ഉദ്ദേശിച്ചുള്ള ഒരു തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത് ആദ്യമായി ശബരിമലയിലെ യുവതീ പ്രവേശനവും മദ്രസകളും സ്ത്രീകളുടെ പള്ളിപ്രവേശനവും ചേലാകർമ്മവും ഇതിങ്ങനെ നിരവധി മതപരമായ വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇന്ത്യയുടെ മതനിരപേക്ഷ ശരീരത്തെ ആകെ ബാധിക്കാവുന്ന നിരവധി വിധി പ്രസ്താവങ്ങളിലേക്ക് നയിക്കാവുന്ന
വളരെ സ്ഫോടനാത്മകമായ ഒരു കേസായി ഇത് മാറിയിരിക്കുകയാണ്. വെറും ശബരിമലയുടെ മാത്രമല്ല, താങ്കൾ അതിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, അതിൽ പരിഗണനയ്ക്ക് കൊണ്ടുവരുന്ന 7 കാര്യങ്ങൾ, ഇവയെല്ലാം വളരെ വളരെ ഇന്ത്യയുടെ ജനാധിപത്യ പ്രസ്ഥാനത്തിനും മതനിരപേക്ഷ സത്വത്തിനും വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ ശബരിമല സ്ത്രീ പ്രവേശം എന്ന ഈ ജാലകം തുറക്കുന്നത്.